മന്നം ജയന്തിയുടെ ആഘോഷം, മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് NSSന്റെ ആസ്ഥാനമായ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയില് അതിൽ പങ്കെടുക്കാൻ എത്തിയതാണ് പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം ഈ വേദിയിൽ പങ്കെടുക്കുന്ന അവസരത്തിലാണ് ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. എന്താണ്? PJ കുര്യൻ എന്ന് പറയുന്ന നെറികെട്ട കോൺഗ്രസ്സുകാരൻ പറയുന്നു രാഹുലിന് സീറ്റ് കൊടുക്കരുത് എന്ന്. ആ PJ കുര്യൻ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു, അതിലേക്ക് പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടം മന്നത്ത് പെരുന്നയിലെ NSSന്റെ ആസ്ഥാനത്തെത്തി അവിടെ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അതിലേക്ക് വരുന്നു. രാഹുലിനെ ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ഈ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവണം, രാഹുലിന് സീറ്റ് നൽകണം എന്നുള്ളതാണ്. കാരണം ഈ ആരോപണങ്ങളും പുകമറകളും ഒന്നും രാഹുലിന്റെ വിശ്വാസ്യതയെയോ അയാളുടെ പ്രവർത്തനങ്ങളെയോ അയാളുടെ ജനസ്വീകാര്യതയെയോ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് മാത്രമാണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണം, കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ രാഹുലിന് സീറ്റ് നൽകാതിരിക്കണമെന്നല്ല. ഞാനിത് പറയാനുള്ള കാരണം രാഹുൽ കോൺഗ്രസ്സുകാരനാണ്. അയാൾ സ്ഥാനാർത്ഥിയാവണം, അയാൾ നിയമസഭയിൽ ഉണ്ടാവണം, അയാൾ കോൺഗ്രസിന്റെ ശബ്ദമാകണം, അയാൾ കോൺഗ്രസിന്റെ വേദികളിൽ നിർബന്ധമായും ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സമയത്ത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വാതുറക്കാൻ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സമയത്ത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സമയത്ത്. കോൺഗ്രസ് ഇങ്ങനെ എന്ന് അടിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വന്ന് പരിഹാസരായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവജന നേതാവിന്റെ ഉദയം നമ്മൾ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് എന്താണ്, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, കോൺഗ്രസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൃത്യമായി മെറിറ്റ് പറഞ്ഞ് പ്രതിരോധിക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ചാനൽ ചർച്ചകളിലൂടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് ഉദയം കൊള്ളുന്നതും അയാൾക്ക് വലിയ സ്വീകാര്യതയുണ്ടാകുന്നതും. അല്ലെന്ന് പറയാൻ കോൺഗ്രസിനോ ഈ പാർട്ടിക്കോ ഈ പ്രസ്ഥാനത്തിനോ കഴിയില്ല. കോൺഗ്രസ് തകർന്നടിഞ്ഞു നിൽക്കുന്ന നേരത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് ഉദയം കൊള്ളുന്നത്. അന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ വേനലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലെണ്ണും ചാനൽ ചർച്ചകളിലും മറ്റുള്ളിടത്തും വേദികളിലും പോയി പരിഹാസരായി ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന തീപ്പൊരി നേതാവ് വരുന്നത്. ജനം ആഗ്രഹിച്ചെടുത്തുനിന്നാണ് രാഹുൽ മാങ്കൂട്ടം വന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിന് ഇത്രമാത്രം സ്വീകാര്യത ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അത് ജനം ആഗ്രഹിച്ച നേതാവായിരുന്നു അയാൾ എന്നുള്ളതാ. അങ്ങനെ ഒരു നേതാവ് കാണണം, ഉണ്ടാവണമെന്ന് ജനം ആഗ്രഹിച്ചതാ. അങ്ങനെ ജനം ഇങ്ങനെ ആഗ്രഹിച്ച് ആശിച്ചു നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിന്റെ ഉദയം ഉണ്ടാകുന്നത്. അയാളുടെ വാക്കുകള്, അയാളുടെ അളന്നു മുറിച്ചുള്ള മറുപടികള്, അയാളുടെ പദപ്രയോഗങ്ങള്, ഇതൊക്കെ തന്നെയായിരുന്നു അയാളെ ജനമനസ്സിലേക്ക് ഇത്രയധികം സ്വീകാര്യനാക്കിയത്. അയാളുടെ മുമ്പിൽ വെട്ട ഒരു സഖാവും ഒരു സംഖ്യയും തല പൊന്തിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയിട്ടില്ല എന്നുള്ളതാണ്. കൊടുക്കേണ്ടതൊക്കെ കൃത്യമായി അളന്നു മുറിച്ച് കൊടുത്തിട്ടേ അയാൾ പറഞ്ഞു വിട്ടിട്ടുള്ളൂ, വയറ് നിറച്ചും. പലരും പലയിടങ്ങളിൽ മാളത്തിൽ ഒളിച്ച ആളുകളുണ്ട്. രാഹുലിന്റെ മുന്നിൽ പെട്ടിട്ട് പരിഹാസ്യനായി ഇളിഭ്യനായി ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ട് കുറെ കാലം മാളത്തിൽ ഒളിച്ച ആളുകൾ ഇപ്പൊ തല പൊക്കുന്നുണ്ട്. എന്താ കാര്യം?
രാഹുൽ ചർച്ചയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോ തല പൊന്തിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ്, ആ നേതാവ് ഇന്നിപ്പോ വരുന്നതിൽ നിങ്ങൾ കണ്ട ദൃശ്യങ്ങള്, അതിൽ വലിയ കുറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ആ ദൃശ്യം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞു വെക്കുന്നത്? ആ മനുഷ്യനുള്ള സ്വീകാര്യത അത് ഇന്നും അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ജനനേതാവ്, അയാള് വെറും ഒരു നേതാവൊന്നുമല്ല. അയാള് നിലകൊള്ളുന്നത് ജനഹൃദയങ്ങളിലാണ്. അത് രാഹുലിനെ പറ്റിയുള്ള സംസാരങ്ങൾ എവിടെയുണ്ടോ അതിന്റെയൊക്കെ കമന്റ് ബോക്സുകളോ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അഭിപ്രായമോ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. ഈ പൊളിറ്റിക്കൽ ഡ്രാമ തിരിച്ചറിയാൻ കഴിയാത്തവരല്ല കേരളത്തിലുള്ള ജനങ്ങൾ. അത് കോൺഗ്രസും അക്കൂട്ടത്തിലായി പോകരുത് എന്നുള്ളതാണ്. കാരണം ചെങ്ങരാടി പണ്ട് പറഞ്ഞു വെച്ച കാര്യമുണ്ടല്ലോ, അവരുടെ ഇടയിൽ കാണാൻ കൊള്ളാവുന്ന കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകൾ വരുമ്പോ അവരെ നമ്മൾ പെണ്ണുകേസിൽ കൊടുക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്നത്. എന്തേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വാർത്ത നിങ്ങൾ എവിടെയും കാണാത്തത്? എന്തേ തലക്കെട്ടുകളും ചർച്ചകളും എവിടെയും കാണാത്തത്? എന്തേ മാധ്യമങ്ങൾക്കൊന്നും ഇപ്പോ ഒരു ആവേശമില്ലാത്തത്? എന്തേ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇവരിത്ര ചർച്ച ചെയ്യാത്തത്? എന്താ കാര്യം? അതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഡ്രാമയായിരുന്നു. അയാളെ വെച്ചുകൊണ്ട്, അയാളെ കുത്തിവലിച്ചുകൊണ്ട്, കടിച്ചു കീറിക്കൊണ്ട് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന് CPM കരുതി അതിന് കുട പിടിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ. അത്രേ ഉണ്ടായുള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല എന്നേ. അപ്പോ ഇന്നിപ്പോ ഞാൻ കാണിച്ചത് അത് നിങ്ങളെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ ഇന്ന് നടന്ന ഒരു സംഭവം ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അത് കാണിക്കുന്നത് അയാൾ ജനമനസ്സുകളിൽ ഇപ്പോഴും ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ്, എനിക്ക് തോന്നുന്നില്ല പാലക്കാട്ട് കോൺഗ്രസിന് അവൈലബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ളത്. അവിടെയും ചോദ്യങ്ങളാണ്. കാരണം രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ആളാണ്. അയാളെ എങ്ങനെ മത്സരിപ്പിക്കും എന്നൊക്കെ ചോദിക്കും. ചോദ്യത്തിനൊക്കെ ഉത്തരം പുറത്താക്കിയ പാർട്ടി തന്നെ അയാളെ തിരിച്ചെടുത്താൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. പിന്നെ എന്താ, പിന്നെ കോൺഗ്രസ്സുകാരൻ മത്സരിക്കട്ടെ. ആരോപണ വിധേയര്, പല രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആൾ പല തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല എന്ന് 100% വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളിൽ ഒരാൾ മാത്രം ഞാൻ. അയാൾ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയൊന്നുമല്ല, ഒരു കാരണം കൊണ്ടും അയാൾ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല. നിലപാടുകളിൽ ഈ പാർട്ടിയെ പോർലേൽപ്പിക്കരുത് എന്നുള്ള നിലപാടുകളൊക്കെ നമുക്ക് മനസ്സിലാവും. ശരിയാണ്, പാർട്ടി പ്രതിരോധത്തിലാവാൻ പാടില്ല, പാർട്ടി അത്തരത്തിലൊരു ചർച്ചയല്ല ആ സമയത്ത് ആ പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നത്, പാർട്ടി സർക്കാരിന്റെ പരാജയങ്ങളെ തുറന്നു കാട്ടുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ശരി തന്നെ. അവിടെയും ഇതിനെയൊക്കെ ഖണ്ഡിക്കാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പിന്നെ നേതാക്കന്മാരൊരു തീരുമാനം എടുക്കുമ്പോൾ അവർ അതിൽ കാണുന്ന പല മെറിറ്റുകളും ഉണ്ടാകുമായിരിക്കും. ആ മെറിറ്റുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ മെറിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി കരുവാക്കേണ്ട വ്യക്തി ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. ഒരിക്കലും 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 കാരണം പാർട്ടി പ്രതിരോധത്തിലായപ്പോ, പാർട്ടി നാണം കെട്ടി നിന്നപ്പോ രാഹുലേ ഉണ്ടായിരുന്നുള്ളൂ ഈ പാർട്ടിയെ പ്രതിരോധിക്കാൻ എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അതൊന്നും കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് അയാളെ അങ്ങനെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വലിയ അനീതിയാകും. പാർട്ടിക്ക് ചിലപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയൊന്നും വരില്ല. പക്ഷേ അത് നമ്മൾ പരിഗണിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തെയാണ്. അയാളെ പരിഗണിക്കുക തന്നെ വേണം. കാരണം പാർട്ടി തകർന്ന് തരിപ്പണമായപ്പോ ഈ പാർട്ടിക്ക് വേണ്ടി ശബ്ദമാകാൻ, പാർട്ടിയുടെ ശബ്ദമാകാൻ ജനങ്ങൾ ആഗ്രഹിച്ചത്, സാധാരണക്കാരായ പ്രവർത്തകർ ആഗ്രഹിച്ചത്, അതൊക്കെ വന്ന് പറയാൻ ഒരുത്തനുണ്ടായിരുന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം മാത്രമായിരുന്നു. അങ്ങനത്തെ രാഹുലിനെ തള്ളി മാറ്റി നിർത്തിക്കൊണ്ട്
പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കും. കാരണം പാർട്ടി അല്ല രാഹുൽ മാത്രമല്ല പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടിക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അത് രാഹുലിനോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട്. കാരണം അയാൾ അങ്ങനെ മാറ്റി നിർത്തേണ്ടവനല്ല. അത് ഏതൊക്കെ പെരുന്തച്ഛന്മാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് ആ പറയുന്ന പെരുന്തച്ഛന്മാരെയാണ് എടുത്ത് വെളിയിൽ കളയേണ്ടത്. ആദ്യം കളയേണ്ടത് അവന്മാരെയാ. കാരണം അവരൊക്കെ പാർട്ടിക്ക് ഉണ്ടാക്കിയത് ക്ഷീണങ്ങൾ മാത്രമാണ്. പാർട്ടിക്ക് അവർ കാരണം ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ഒരുത്തനെ കുറിച്ചും. ഇവൻ PJ കുര്യൻ അടക്കം ആ PJ കുര്യനെ കൊണ്ട് പാർട്ടിക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാ. പകരം നേട്ടത്തിന് പുറമെ നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കോട്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടമോ അയാളെ കൊണ്ട് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് നേട്ടങ്ങളാണ്. ഞാൻ പറയുന്നത് അയാളെ കൊണ്ട് കോട്ടങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാ. കോട്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ കോട്ടങ്ങളെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ അയാൾ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് അയാളെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനോട് കാണിക്കുന്ന വലിയ അനീതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.